അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എലിക്ക PB വേൾപൂൾ കിച്ചൺ അപ്ലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കിച്ചൺ ഹുഡ് അഥവാ ചിമ്മിനി ഒന്ന് പരിചയപ്പെടാം. ഇത് അവരുടെ തന്നെ എലിക്ക വെട്രോ ഗ്ലാസ് ടോപ്പ് 3 ബർണർ ഗ്യാസ് സ്റ്റൗവാണ്. ഇതിന് 3498 രൂപ, അതായത് 4000ൻ്റെ അടുത്തായി. MRP കുറച്ച് കൂടുതലാണ്. നമ്മളൊരു ഓഫറിൽ ഓൺലൈനിൽ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മേടിച്ചതാണ് കിച്ചൺ ഹുഡും. രണ്ടും ബ്ലാക്ക് കളറിലുള്ളതാണ്, ഗ്ലാസ്സാണ്. രണ്ടും ബ്യൂട്ടിഫുള്ളാണ്. ഏതൊരു കിച്ചണിനും അർഹതപ്പെട്ട 2 ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ പഴയ കിച്ചൺ ഹുഡ് എന്ന് പറയുമ്പോൾ അത് സൺഫ്ലെയിമിൻ്റെ ആയിരുന്നു. അതുപോലെ ഗ്യാസ് സ്റ്റൗവും സൺഫ്ലെയിമിൻ്റെ ആയിരുന്നു. അത് രണ്ടും നല്ല വലിപ്പമുള്ളതായിരുന്നു. കിച്ചണും വലുതായിരുന്നു. ഇത് ഇവിടെ അല്പം ചെറുതായത് കാരണം ഇതിന് പാകമായതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത് പിന്നെ സെൻസറാണ് കേട്ടോ, മോഷൻ സെൻസർ ടെക്നോളജിയോട് വിത്ത് LED ലാംപ്സും ഉണ്ട്. അത് 3 സ്പീഡിൽ 3 ടൈപ്പ് സ്പീഡിൽ നമ്മുടെ ഈ സക്ഷൻ ഫാന് മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മുടെ കൈ ഒന്ന് വീശിയാൽ ഓഫാവുകയും ഓണാവുകയും ചെയ്യുന്ന ടൈപ്പ് ചിമ്മിനിയാണ് കേട്ടോ. ആർക്കും പെട്ടെന്ന് യൂസ് ചെയ്യാൻ തൊടേണ്ട ആവശ്യമില്ല. നമ്മുടെ സൺഫ്ലെയിമിൻ്റെ കൺട്രോൾ പാനൽ ടച്ച് ചെയ്യണമായിരുന്നു. ഇതും ടച്ച് ചെയ്യാം, പക്ഷേ ജസ്റ്റ് ഒന്ന് കൈ വീശിയാൽ തന്നെ നമ്മുടെ ഇത് ഓഫും ഓണും ആകും. നമ്മൾ ഓഫാക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഓട്ടോമാറ്റിക്കലി ഓഫാവുക. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൈ വീശിയാൽ അത് അപ്പം തന്നെ ഓഫാക്കാൻ പറ്റും. ഇടത്തുനിന്ന് വലത്തേക്ക് ഓണും അതുപോലെ തിരിച്ച് ഓഫുമാണ് കേട്ടോ. ഇതിൻ്റെ കൺട്രോൾ പാനലാണ്. എസ് എന്ന് എഴുതിയിട്ടുണ്ട് 2 ഭാഗത്തും. അത് സെൻസറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട LED ലൈറ്റും ഫിൽറ്ററാണ്. ബാഫിൽ ഫിൽറ്ററാണ്. അതായത് സ്റ്റീലോ അലൂമിനിയമോ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലോ കൊണ്ടായിരിക്കും. ഈസിയാണ് ക്ലീൻ ചെയ്യാൻ. നമുക്ക് ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് സോപ്പ് കൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇത് മുക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടോ കഴുകാവുന്നതേ ഉള്ളൂ. സോപ്പ് ലൈന് തേച്ച് വെച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം കഴുകുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം. നമ്മളെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വിളിച്ചാൽ ആൾ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. 1 ഇയറിൻ്റെ ഉള്ളിൽ, 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നടത്തണം. അല്ലെങ്കിൽ 350 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. മോഡൽ നെയിം WD-TFL HAC 60MS നീറോ ആണ്. 60 സെൻറ്റിമീറ്ററാണ് കേട്ടോ ഗ്ലാസ് അടക്കം അതിൻ്റെ മെഷർമെൻറ്റ്. ഇത് 2 4 ബർണറുള്ള സ്റ്റവിന് പാകമാണ്. പറഞ്ഞാൽ ഏതൊരു കിച്ചണിനും പാകമാണ്. കണ്ടില്ല, ഇതിൻ്റെ സക്ഷൻ്റെ ആ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 1-ലിടുമ്പോൾ അതിൻ്റെ സ്പീഡ് കാണാം, 2-ലിടുമ്പോൾ സ്പീഡ്, അതൊക്കെ നമ്മൾ പുറകെ കാണിക്കുന്നുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്യണത് ഒന്ന് കാണാം. ഓയിൽ കളക്ടറാണിത്. ഇതിൽ ഓയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതും സോപ്പ് ലൈനി കൊണ്ട് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മേലത്തെ ആ ഫിൽറ്ററുകളും 1 2 ആഴ്ചയിൽ ക്ലീൻ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണത് കണ്ടാൽ അറിയാലോ. അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ ഊരി വരും. 2 ഭാഗത്തും 2 സ്ക്രൂസ് ഉണ്ട്. സൺഫ്ലെയിമിന് 2 പാർട്ടായിട്ടായിരുന്നു. ഇവിടെ ഒരൊറ്റ എണ്ണമാണ്. അതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഊരുമ്പോൾ ഒരു കൈ താങ്ങ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ സക്ഷൻ പവർ എന്ന് പറയുന്നത് 1425 ക്യൂബിക് മീറ്റർ പെർ ഹവറാണ്. നല്ലൊരു മോട്ടറാണ് ഇതിന് കേട്ടോ. നല്ല ഹൈ പവറായ മോട്ടറാണ്. നമുക്കിത് വാളിൽ പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇത് സ്റ്റീലിൻ്റെ ആണ്.
പിന്നെ ഉള്ളിലത്തെ ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യനെ തന്നെ വിളിക്കണം. അത് ചിലപ്പോൾ 1 ഇയറിലോ 2 ഇയറിലോ ചിലപ്പം ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ യൂസ് പോലെയാണ് ഇത് ഒക്കെ. പിന്നെ സെൻസർ ടെക്നോളജി ആണെന്ന് പറഞ്ഞു. 1 ഇയർ വാറൻറ്റി ആണ്. പക്ഷേ മോട്ടറിന് 15 ഇയേഴ്സിൻ്റെ വാറൻറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ, സോപ്പ് ലായനി നമ്മൾ തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ സോപ്പ് ലായനി ഉള്ള ഒരു ബ്രഷ് കൊണ്ടോ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഉള്ളിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്കൂ, അതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളിലുള്ള ഓയിലിൻ്റെ പാടൊന്നും ചിലപ്പോൾ പോയെന്ന് വരില്ല. അതിന് നമുക്ക് ടെക്നീഷ്യനെ തന്നെ വരുത്തേണ്ടത് ആയിട്ട് വരും. ഓക്കെ, നമ്മളിത് തിരിച്ച് പിടിപ്പിക്കുന്നു. ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ട് വെക്കണമായിരിക്കും നല്ലത്. അതുപോലെ ഓയിൽ കളക്ടറും അങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ തിരിച്ച് പിടിപ്പിക്കാം. ചിമ്മിനിക്ക് ലൈഫ് ടൈം വാറൻറ്റി എന്ന് തന്നെ പറയാം. സ്റ്റവിന് 2 വർഷത്തെ വാറൻറ്റിയാണുള്ളത്. രണ്ടും നല്ലതായിട്ടാണ് തോന്നിയത്. ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റവ് എന്ന് പറയുമ്പോൾ ബാറ്ററി ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് ഈ ലൈറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് പക്ഷേ ലൈറ്റർ ആവശ്യമുണ്ട്. നമുക്കൊന്ന് ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് നോക്കാം. പുക പോകുന്നതൊക്കെ അറിയാലോ. അപ്പോൾ ഒന്നിലിടുമ്പോൾ കുറച്ച് പവറോടെ അത് വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടിലിടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വീശുക. രണ്ടാമത്തെ കൈ 2 പ്രാവശ്യം ഒന്ന് ആദ്യത്തെ പ്രാവശ്യം വീശണു, അത് 1-ലെത്തും. രണ്ടാമത്തെ പ്രാവശ്യം വീശുമ്പോൾ അത് സെക്കൻഡെന്ന് കാണിക്കും, അതായത് സെക്കൻഡ് പവറോടെയാണ്. മൂന്നാമത്തേൽ നല്ല പവറോടെ ഇത് വലിച്ചെടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് പുക പോകുന്ന ദിശ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ, കണ്ടില്ല, പോകുന്നത് വേറെ എങ്ങോട്ടും പോകണില്ല, ചിമ്മിനിയുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഈ പുക മുഴുവനും പോണത്. ഇതിൻ്റെ MRP 25,000 ആണ്. നമുക്കിത് 14,000 രൂപയുടെ അടുത്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു, എനിക്ക് 2 സൺഫ്ലെയിമും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബെസ്റ്റായിട്ട് തന്നെയാണ് അനുഭവമായിട്ടുള്ളത്. മറ്റേതും കുഴപ്പമില്ല, നല്ലത് തന്നെയായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഓട്ടോ ക്ലീൻ ഇല്ല, അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം ക്ലീൻ ആക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓട്ടോ ക്ലീനാണ്, നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഉൾഭാഗമൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷന് വിളിക്കണമെങ്കിൽ www.myelica.in ഒന്ന് മെസ്സേജ് വിട്ടാൽ ആൾ വീട്ടിലെത്തും. അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ടെക്നീഷ്യനെ വീട്ടിലേക്ക് വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. Thank you for watching my video.